കൂടെ നിൽക്കില്ലായിരുന്നു. ഓക്കെ, ഇനി ഈ അടുത്തകാലത്ത് ഞാൻ ചില കണക്കുകൾ പഠിക്കുകയാണ്. നേഴ്സുമാരെ ഈ ജൂബിലി ഹോസ്പിറ്റലിൽ തന്നെ ട്രെയിനി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അത് പല സ്ഥലത്തുമുണ്ട്. അത് വലിയ അന്യായമാണത്. അവർക്ക് കൊടുക്കുന്നത് നക്കാപ്പിച്ച കൂലി കൊടുക്കും. ശരി, അവർക്ക് നക്കാപ്പിച്ച കൂലി കൊടുത്തോട്ടെ. പക്ഷെ അവരെ കൊണ്ട് എടുപ്പിക്കുന്ന പണി എന്താണ്? ഒരു രജിസ്റ്റേർഡ് മറ്റ് നേഴ്സുമാരെ കൊടുക്കുന്ന എല്ലാ പണി എടുപ്പിക്കും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. എന്താണ്? മൂക്കിൽ ട്യൂബ് ഇടുന്നതിന് 200 രൂപ, ആ ട്യൂബ് റിമൂവ് ചെയ്യുന്നതിന് 60 രൂപ. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? തെങ്ങ കയറുന്നതിന് 100 രൂപ, തെങ്ങിൽ നിന്ന് ഇറങ്ങുന്നതിന് 50 രൂപ. അങ്ങനെ ഒരു കണക്കുണ്ടോ? തെങ്ങേറ്റത്തിന് 150 രൂപ മേടിക്കാൻ നമുക്ക് മനസ്സിലാക്കാം. ഇത് ഇടുന്നതിന്, മൂക്കിൽ ഇത് ഇടുന്നതിന്, ഇത് കത്തീഡ്രൽ ഇടുന്നതിന് അതിനൊരു ചാർജ്, റിമൂവ് ചെയ്യുന്നതിന് മറ്റൊരു ചാർജ്. ഇനി നാളെ ഇവരെന്ത് ചെയ്യും? ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് ഒരു ചാർജ്, സൂചി തിരിച്ചെടുക്കുന്നതിന് വേറൊരു ചാർജ്. ഞാൻ പറയുന്നത് വേണം, മേടിച്ചോ. നിങ്ങൾ സൂചി കുത്തുന്നതിനും തിരിച്ചെടുക്കുന്നതിനും നിങ്ങൾ ചാർജ് മേടിച്ചോ. പക്ഷേ അതിന്റെ പേരിൽ ഈ പാവം നേഴ്സുമാരെ പീഡിപ്പിക്കരുത്. അവർക്ക് മാന്യമായിട്ടുള്ള കൂലി കൊടുക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ട്രെയിനി നേഴ്സുമാരെ കൊണ്ട് നക്കപ്പിച്ച കൂലി കൊടുക്കും. എന്നിട്ട് മറ്റു നേഴ്സുമാർ ചെയ്യുന്ന എല്ലാ പണി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. മനസ്സിലായോ? അപ്പൊ അത് വലിയ അന്യായമാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇതുപോലെയുള്ള നിരവധി അന്യായങ്ങൾ ഇവിടെ നടക്കുന്നു. അപ്പോൾ ഈ അന്യായങ്ങൾ നിങ്ങൾ ചോദ്യം ചെയ്ത് മുന്നോട്ട് വന്നിരിക്കുന്നു. അത് വലിയൊരു മാറ്റമാണ്. ഈ മാറ്റത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ കൂടെ ഈ സമൂഹത്തിന്റെ നന്മ എല്ലാവരും കൂടെയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാവരും കൂടെയുണ്ട്. ചില വൈദികരൊക്കെ എന്നെ വിളിച്ച് പറയുന്നുണ്ട്, അച്ഛൻ നന്നായി, ധൈര്യമായിട്ട് പോണം. ഇന്ന് പോകലെന്ന് പറഞ്ഞവരുമുണ്ട്, പോണെന്ന് പറഞ്ഞവരുമുണ്ട്. സിസ്റ്റേഴ്സ് ഒരുപാട് പേര് നിങ്ങൾക്ക് പിന്തുണയുണ്ട്. സാധാരണ ആളുകൾ മുഴുവൻ നിങ്ങൾക്ക് പിന്തുണയാണ്. മനസ്സിലായോ? ഇതൊക്കെ പൊതുസമൂഹം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നതിന് തെളിവാണ്. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് എവിടെ ഉടുപ്പിട്ടുള്ളൂ എങ്കിലും ഇവിടെ വരാൻ ധൈര്യമില്ലാത്ത ഒരുപാട് പേര് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വിജയം ആശംസിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ വസ്തുതകളാണ്. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഒരു കാരണവശാലും പിന്തിരിയരുത്. അങ്ങനെ പിന്തിരുന്നെങ്കിൽ ഈ ലോകത്ത് ഒരു നന്മയുണ്ടാകുമായിരുന്നില്ല. ഈ ലോകത്തുണ്ടായ നന്മയെല്ലാം കുറച്ചുപേര്, എല്ലാവരും, ഇത് വലിയ നമ്പറാണ്. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും ഇത്രയും പ്രൊഫഷണൽസിനെ ഒരുമിച്ച് കൂട്ടാൻ പറ്റില്ല. ഇന്ത്യയിൽ പോലും പറ്റില്ല. ഇത്രയും പ്രൊഫഷണൽസിനെ ഈ വെയിൽ കൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂട്ടാൻ വേറെ ആർക്കും പറ്റില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ ഈ ആവശ്യത്തിൽ നിങ്ങൾ പിന്നോട്ട് പോകരുത്. പിന്നോട്ട് പോയാൽ അത് ചരിത്രത്തോട് ചെയ്യുന്ന വലിയൊരു തെറ്റായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഇത് വിജയിക്കുക തന്നെ ചെയ്യും. ഞാൻ ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ഒരുപാട് സംസാരിക്കുന്ന ആഗ്രഹമുണ്ട്. ഈ പാവം കുഞ്ഞുങ്ങളൊക്കെ നോക്കിക്കുക, അവരുടെ മുഖമൊക്കെ തളർന്നു കഴിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ. ഓക്കെ, ഈ കുഞ്ഞുങ്ങളോട് നിങ്ങൾ മാപ്പ് പറയേണ്ടി വരും ഭാവിയിൽ, ഒരു സംശയമില്ല. ഈ കുഞ്ഞുങ്ങളെ വെയിലത്ത് നിർത്തിയതിന് ക്രിസ്തു പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ വാക്ക് എന്താണെന്നറിയോ? ആ വാക്കിതാണ്, കപടനാട്ടിക്കാരായ ഫരിസേയരെ, നിയമജ്ഞരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും നിയമത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ ലംഘിക്കുകയും ചെയ്യുന്നു. ഇതായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. ഇന്നത്തെ സകല പുരോഹിതന്മാരോട്, ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പുരോഹിതന്മാരോടും ഇന്ന് ക്രിസ്തു ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങൾ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത്, അത് ചെയ്ത്, ഇത് ചെയ്ത്, പ്രദക്ഷിണം നടത്തി, അല്ലെങ്കിൽ അവിടെ ഒരാൾക്ക് വീട് കൊടുത്ത്, അങ്ങനെയൊന്നും അല്ല നിങ്ങൾ ചാരിറ്റി ചെയ്യേണ്ടത്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഇന്ന് പലരും പറയുന്നത് എന്താണ്? ഞങ്ങൾ നേഴ്സുമാർക്ക് ശമ്പളം കൊടുക്കാത്തത് ചാരിറ്റി ചെയ്യുന്നതിന് വേണ്ടിയാണ്. സ്വന്തം വീട്ടിലെ തൊഴിലാളികൾക്ക് ചാരിറ്റി ചെയ്യാതെ മറ്റുള്ളവർക്ക് ചാരിറ്റി ചെയ്തിട്ട് എന്ത് കാര്യമാണുള്ളത്? മഹാബദ്ധമാണത്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. സ്വന്തം വീട്ടിലെ തൊഴിലാളികൾക്ക് നീതി കൊടുക്കണം. ഒരു സ്നേഹമുള്ളവരെ, നിങ്ങളുടെ പോരാട്ടത്തിന്റെ ചരിത്രം ഈ വർഷങ്ങളിൽ ഞാൻ പഠിക്കുകയാണ് മുഴുവൻ. നിങ്ങൾ സമരം ചെയ്തുകൊണ്ടാണ് 2013 മുതൽ നേഴ്സുമാർക്ക് അല്പമെങ്കിലും ഒന്ന് കയ്യിൽ പിടിക്കാവുന്ന കാശ് കിട്ടിയത്. നിങ്ങൾ സമരം ചെയ്തുകൊണ്ടാണ് 2019 കുറച്ചും കൂടി നിങ്ങളുടെ അല്പം ഒരു ലോൺ അടയ്ക്കാനുള്ള പൈസ കിട്ടിയത്. ഇപ്പം നിങ്ങൾ സമരം ചെയ്താൽ മാത്രമേ നാളെ നിങ്ങൾക്ക് അല്പം കൂടി ശുദ്ധവായു ശ്വസിക്കാനുള്ള പൈസ ഉണ്ടാവുകയുള്ളൂ. ഒരു കാരണവശാലും നിങ്ങൾ പിന്നോട്ട് പോകരുത്. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. ആമോസ് പ്രവാചകന്റെ വാക്ക് ആവർത്തിച്ചുകൂടെ നിർത്തുകയാണ്, നീതി ജലം പോലെ ഒഴുകട്ടെ. ഇവിടെ തൃശ്ശൂര്, അമലയില്, എല്ലായിടത്തും നീതി ജലം പോലെ ഒഴുകട്ടെ. അതിനെ തടുത്തു നിർത്തുന്നവർ ഒഴുകിപ്പോകുമെന്ന് ആവർത്തിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഭിയൊന്ന് പിതാവിനോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. പ്രിയപ്പെട്ട പിതാവേ, അങ്ങേ കാണുമ്പോൾ ഞങ്ങൾ എല്ലാവരും സ്തുതി പറയാറുണ്ട്, ഞാനും പറയാറുണ്ട്. കൈകൂപ്പി സ്തുതി പറയുന്ന ഞങ്ങൾക്ക്
മുഷ്ടി ചുരുട്ടി അവകാശങ്ങൾ ചോദിക്കാനുള്ള കഴിവുമുണ്ടെന്ന് അങ്ങ് മനസ്സിലാക്കുക. ദയവ് ചെയ്ത്